ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. വേടൻ എന്ന മൂന്നക്ഷരം കേരളത്തിൻ്റെ ഇതിഹാസമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അടുത്ത കാലത്ത് കേരളത്തിലെമ്പാടും കാണുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട്ട് നടന്ന വേടൻ്റെ പരിപാടിക്ക് തിങ്ങിക്കൂടിയ ആളുകളുടെ എണ്ണം പറഞ്ഞറിയിക്കാൻ വയ്യ. ഒരു തരംഗമായി വേടൻ ദിനം പ്രതി മാറുന്നത് കയ്യടിയോടുകൂടിയാണ് കേരളം സ്വീകരിക്കുന്നത്. ചരിത്രത്തിൽ ഒരു വാക്കുണ്ട്, തോക്കുകളെയും ലാത്തികളെയും ചെറുക്കാം, വെടിയുണ്ടകളെയും പീരങ്കികളെയും ചെറുക്കാം, കൊടുങ്കാറ്റിനെയും പേമാരിയെയും ചെറുക്കാം. പക്ഷേ ആശയങ്ങളെ ചെറുക്കാൻ ആർക്ക് കഴിയും? അത് തീയിൽ വീണാൽ പൊട്ടിത്തെറിക്കും, ഭൂമിയിൽ വീണാൽ പൊട്ടിക്കിളിർക്കും. അത് അമ്മയാണ്, അത് സത്യമാണ്, അത് ചരിത്രത്തിൻ്റെ മടങ്ങിവരവാണ്. ഈ വാക്കുകളെയൊക്കെ അനശ്വരമാക്കുന്ന തരത്തിലുള്ള ഒരു വൻ മുന്നേറ്റത്തിനാണ് ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ കേരളത്തിനായി വഴിയൊരുക്കുന്നത്. ഇത് നമ്മൾ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരു പുതിയ അനുഭവമായി വേടൻ സമ്മാനിക്കുകയാണ്. ഇത്ര വേഗം ഒരു അഗ്നി നക്ഷത്രം പോലെ കേരളത്തിൻ്റെ മണ്ണിൽ വിടർന്ന് പരിലസിക്കുന്ന ഈ ചെറുപ്പക്കാരൻ അതിവിദൂര ഭാവിയിൽ കേരളത്തിൽ ചില അത്ഭുതങ്ങൾക്ക് കരുത്തേകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ആർക്കും സംശയമില്ല. സംശയിക്കുന്ന ചിലർ പരിഭ്രാന്തിയിലുമാണ്. എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് വേടൻ്റെ മുന്നേറ്റം അനുസ്യൂതമായി തുടരുകയാണ്. പാലക്കാട്ട് വേടൻ പാടിവെച്ചത് എന്താണെന്നറിയാമോ? കരയല്ലേ നെഞ്ചേ കരയല്ലേ, ഇന്നു വീണ മുറിവ് നാളെ അറിവല്ലേ. ഈ പാട്ടിലാണ് വേടൻ തുടങ്ങിവെച്ചത്. ഒരു പ്രധാന മീഡിയ റിപ്പോർട്ട് ചെയ്തത് ഇരുട്ടുവീണ നേരത്ത് ഇടിവെട്ടുന്ന ശബ്ദത്തോടെ റാപ്പൽ വേടൻ പാടിത്തുടങ്ങി. ഓരോ വരിക്കും കയ്യടിയാണ്. കോട്ടമൈതാനം കൂടെ പാടി ആരവം മുഴക്കി. വിവാദ പെരുങ്കടൽ നീന്തിയെത്തിയ വേട്ടമൂർച്ചയുള്ള വരികളുള്ള പാട്ടുകൊണ്ട് ത്രസിപ്പിച്ചപ്പോൾ പതിനായിരങ്ങളാണ് പാലക്കാട് കോട്ടമൈതാനത്ത് ഇളകി മറിഞ്ഞത്. മൂന്നാം വരവ് എന്നാണ് വേടൻ്റെ പാലക്കാട് പരിപാടിക്കിട്ട പേര്. അതിൻ്റെ തുടക്കത്തിൽ വേടൻ പറഞ്ഞത് കേൾക്കണോ? പരിപാടി തുടങ്ങും മുമ്പ് വേടൻ പറഞ്ഞു, മക്കളെ നല്ല തിരക്കാണ്, ശ്രദ്ധിക്കണേടാ, നിങ്ങളെ തന്നെ നോക്കിക്കൊള്ളണമേ. ഇങ്ങനെയാണ് വേടൻ തുടങ്ങിവെച്ചത്. ഇത് വേടന് മാത്രമുള്ള ശൈലിയാണ്. ഈ വേറിട്ട ശൈലി കൊണ്ടാണ് വേടൻ ഇപ്പോൾ ജനഹൃദയങ്ങളെ കീഴ്പ്പെടുത്തുന്നത്. യുവ മനസ്സുകളൊക്കെ ഇപ്പോൾ വേടനോടൊപ്പമാണ്. വേടൻ്റെ പാട്ടിനോടൊപ്പം, ചലനത്തോടൊപ്പം, വാക്കുകൾക്കൊപ്പം കേരളം ഇപ്പോൾ കാതോർത്ത് നിൽക്കുകയാണ്, നെഞ്ചോട് ചേർക്കുകയാണ്. വേടനെ മോനെ എന്ന് വിളിക്കാനാണ് ഇപ്പോൾ എല്ലാവർക്കും ആഗ്രഹം. വേടൻ മോൻ എന്ന തരത്തിൽ വേടനെ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. പക്ഷേ ചിലരെ അതെല്ലാം തന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുമുണ്ട്. വേടൻ എവിടെ നിന്നാണോ വന്നത് ആ വരവിൽ ചില ആളുകൾക്ക് അസ്വസ്ഥതയുമുണ്ട്. പക്ഷേ വേടന് കുലുക്കമൊന്നുമില്ല. നമുക്ക് പണ്ടൊരു കലാഭവൻ മണി ഉണ്ടായിരുന്നു. മണിയുടെ പാട്ടുകൾ കേട്ട് കേരളത്തിലെ കുഞ്ഞുങ്ങൾ പോലും കൈയടിക്കുകയും താളം ചവിട്ടുകയും ചെയ്ത ഒരു ചരിത്രം നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആ കലാഭവൻ്റെ പാട്ടും ഇപ്പോൾ വേടൻ തൻ്റെ വേദിയിൽ പങ്കുവെക്കുന്നുണ്ട്. കലാഭവൻ മണിയുടെ മിന്നാമിനുങ്ങേ
മിന്നും മിനിങ്ങേ എന്ന പാട്ട് എല്ലാ വേദികളിലും വേടൻ അവതരിപ്പിക്കുന്നുണ്ട്. കഞ്ചാവ് പറഞ്ഞും പുലിപ്പല്ല് പറഞ്ഞും വിവാദങ്ങൾ കൊണ്ട് വേടനെ തളച്ചിടാൻ ചില കോർണറുകളിൽ നിന്നും ചില ശ്രമങ്ങളുണ്ടായി. അതെല്ലാം തന്നെ പാഴ്വേലയായി മാറി എന്നുള്ളതാണ് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ജാതി ഭീകരവാദത്തിൻ്റെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ചിലരൊക്കെ വേടനെ വേട്ടയാടാനും ആരംഭിച്ചിട്ടുണ്ട്. ഓരോ വേട്ടയാടലുകളും ഈ വേടൻ എന്ന ചെറുപ്പക്കാരനെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കുന്നു എന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേടനു വേണ്ടി ഓടിയെത്തുന്ന ഒരു വലിയ ജനക്കൂട്ടം കേരളത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് കേരളത്തിൽ മാത്രമല്ല, അത് പടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒരുപക്ഷെ ഈ ഭാരതമാകെ വേടൻ ഒരു പ്രതിഭാസമായി മാറുന്ന കാലം വിദൂരമല്ല എന്ന് സാമൂഹ്യ നിരീക്ഷകർ കരുതുന്നുണ്ട്. വേടൻ ഒറ്റപ്പെട്ടവരുടെ ശബ്ദമല്ല, അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമാണെന്ന് വേടൻ പറയുന്നു. വേടൻ അത് പ്രകടിപ്പിക്കുന്നു. ജനം അത് ഏറ്റെടുക്കുന്നു. അതാണ് നമ്മൾ കാണുന്നത്. സർവജീവികൾക്കും സമത്വം കൽപ്പിക്കുന്ന അംബേദ്കർ പൊളിറ്റിക്സിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് വേടൻ പറയുന്നത്. അത് അംബേദ്കറെ പോലെ ഒരു മഹാമനുഷ്യൻ്റെ നാമത്തിൽ അറിയുക എന്നുള്ളതല്ല, ആ നാമത്തെ കൂടി ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് വേടൻ മനസ്സുവെക്കുന്ന ഒരു വലിയ തത്വശാസ്ത്രം. ചിലർ പറയുന്നു വേടൻ എന്ന പേര് തന്നെ വ്യാജമാണ്. ശരിക്കുള്ള പേര് ഹിരൺദാസ് മുരളിയാണെന്ന് വേടന് പറയാൻ മടിയൊന്നുമല്ല. പക്ഷേ വേടൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേദിയിൽ പരിചയപ്പെടുത്തുന്ന രീതിയാണ് വേടൻ ഇഷ്ടപ്പെടുന്നത്. അടിച്ചമർത്തപ്പെട്ടവൻ്റെ ശബ്ദമാണ് വേടൻ്റെ തൊണ്ടയിൽ കൂടി പുറത്തേക്ക് വരുന്നത്. അത് ഒരു അഗ്നി ജ്വാലയ്ക്ക് സമാനമാണ്. വേടൻ്റെ ഓരോ വരികളിലും വേടൻ അത് ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. വാടാ വേട എന്ന് പറയുന്ന പുതിയ ആൽബത്തിലെ പാട്ടുകൾ പോലും എണ്ണി എണ്ണി പറയുന്ന കഥ അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പാഠങ്ങളാണ്. ആധുനിക സംഗീതത്തിൻ്റെ പടത്തലവൻ എന്ന് നമുക്ക് വൈകാതെ വേടനെ പൂർണ്ണമായും വിശേഷിപ്പിക്കപ്പെടേണ്ടി വരും. ഇപ്പോൾ അങ്ങനെ തന്നെയാണ് വേടനെ പലരും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നതും. വേട്ടയാടാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് വേടൻ്റെ മുദ്രാവാക്യം. വേടൻ്റെ ഓരോ സംഗീത പരിപാടികളിലും ഇരമ്പിയാർക്കുന്ന ജനത്തിൻ്റെ തൊണ്ടയിൽ നിന്നും വരുന്നതും ആ വാക്കുകൾ തന്നെയാണ്. വേട്ടയാടാൻ അനുവദിക്കില്ല. കാരണം സമത്വത്തിൻ്റെ സന്ദേശം ഈ കേരളത്തിൻ്റെ ചരിത്രങ്ങളിൽ പൂണ്ടുകിടപ്പുണ്ട്. ആ സന്ദേശത്തിനെ ചികഞ്ഞെടുക്കുകയാണ് വേടൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ചരിത്രത്തിൽ പലപ്പോഴും അത്ഭുതകരമായ ഒരു സമയത്ത് മഹാത്ഭുതമായി ഓരോ മനുഷ്യൻ പിറവിയെടുക്കാറുണ്ട്. ആ മനുഷ്യർക്ക് വേണ്ടി വഴികൾ ഒരുക്കപ്പെടുകയും ചെയ്യും. ആ വഴികൾ ഒരുക്കി കൊടുക്കാൻ ഒരു വലിയ സമൂഹം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും. ചരിത്രത്തിൽ നിന്നും വിസ്മരിക്കപ്പെട്ടു പോയ ചില ആളുകൾ പണ്ടേ പറഞ്ഞു വെച്ചതും അതുതന്നെയാണ്. നാളെ നിങ്ങൾക്കായി ഒരാൾ പകരം വരും. ഞങ്ങൾ പോയ പാതകളിലൂടെ തന്നെ അവർ നിങ്ങൾക്കടുക്കലേക്കെത്തും. അവർ നിങ്ങളെ ഇപ്പോൾ അടിച്ചമർത്തപ്പെട്ടുന്ന സ്ഥിതിയിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്യും. ചങ്ങലകളിൽ നിന്ന് സ്വതന്ത്രരാക്കുന്നതിന് വേണ്ടിയുള്ള പാട്ടും ആ പാട്ടിൽ നിന്ന് ഉയിർക്കൊള്ളുന്ന താളവും മേളവുമായി ഇപ്പോൾ ഇരമ്പിയാർക്കുന്ന ഒരു മഹാചെറുപ്പക്കാരനെയാണ് കേരളത്തിൽ എമ്പാടും കാണുന്നത്. റാപ്പ് എന്ന് പറഞ്ഞാൽ റിഥം ആൻഡ് പൊയട്രി എന്നാണ് അതിൻ്റെ ചുരുക്കം.
പദ്യം മനോഹരമായി സമന്വയിപ്പിച്ച് താളാത്മകമായി പാടുക. അത് തന്നെയാണ് വേടൻ ചെയ്തു വെക്കുന്നതും. വേടൻ്റെ അമ്മ ശ്രീലങ്കക്കാരിയായി പോയി എന്നുള്ളതാണ് ചിലർ കാണുന്ന കുറ്റം. വേടൻ എന്ന പേര് ഉപയോഗിച്ചതാണ് ചിലർ കാണുന്ന കുറ്റം. ഒരു ചെറിയ പൊതി കഞ്ചാവ് കയ്യിൽ വെച്ചതാണ് മറ്റൊരു കുറ്റം. പുലിപ്പല്ല് വായിൽ അണിഞ്ഞിരുന്ന മാലയിൽ ഉണ്ടായിരുന്നതാണ് ചിലരുടെ കുറ്റം. കുറ്റങ്ങൾക്ക് വേണ്ടി പരതി നടക്കുന്നവരോടൊക്കെ തന്നെ വേടൻ പറഞ്ഞു വെച്ചത് ഇതൊക്കെയാണ് ഞാൻ. പക്ഷേ എനിക്ക് തെറ്റുപറ്റിയിടത്ത് ഞാൻ തിരുത്തും. കാരണം എൻ്റെ കാൽവയ്പ് മുന്നോട്ടാണ്. ഞാൻ മുന്നോട്ട് നടക്കാൻ വേണ്ടി ജനിച്ചവനാണ്. എൻ്റെ നടത്തം ആരംഭിച്ചത് കോളനികളിലും വാടക വീടുകളിലും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഇല്ലായ്മകളിലും ഒക്കെയായിരുന്നു. അന്നും ഞാൻ മനുഷ്യരുമായി സംവദിച്ചു, മനുഷ്യരുമായി ഞാൻ സംസാരിച്ചു, മനുഷ്യരോടൊപ്പം ഞാൻ ഇടപഴകി നിന്നു. അവരിൽ നിന്നും എനിക്ക് കിട്ടിയ ഊർജങ്ങളെല്ലാം കൂടി സമന്വയിപ്പിച്ച് ഞാൻ അതെൻ്റെ ചിന്തകളിലേക്ക് കൂട്ടിയെടുത്തു. ആ ചിന്തകളിൽ നിന്നും ഉയിരെടുത്ത വാക്കും വരികളും ഞാൻ പാട്ടുകളായി രൂപപ്പെടുത്തി. ആ പാട്ടിനൊപ്പം ഞാൻ താളം പിടിച്ചു. ആ പാട്ടിനോടൊപ്പം എൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും ചിന്തയെയും ഞാൻ ചേർത്ത് വച്ചു. ഇപ്പോൾ ഞാൻ മുന്നോട്ട് നടക്കുകയാണ്. എൻ്റെ മുന്നിൽ ഒരു വലിയ സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിലേക്ക് തന്നെയാണ് ഞാൻ നടക്കുന്നത്. സംഗീതം എന്നോടൊപ്പമുണ്ട്, എൻ്റെ ചരിത്രം എന്നോടൊപ്പമുണ്ട്, എൻ്റെ മണ്ണ് എന്നോടൊപ്പമുണ്ട്, എൻ്റെ ജനത എന്നോടൊപ്പമുണ്ട്. ഞാൻ കരുത്താർജിച്ച് തന്നെ മുന്നോട്ട് പോകും. ഞാൻ തളർന്നു വീഴില്ല, ഞാൻ പതറിപ്പോവുകയില്ല. എൻ്റെ ലക്ഷ്യം നിറവേറ്റപ്പെടാനുള്ളതാണ്, പകുതി വഴി വച്ച് ഉപേക്ഷിക്കാനുള്ളതല്ല. ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ നടക്കുമ്പോൾ മക്കളെ, നിങ്ങളും എനിക്കൊപ്പമുണ്ടാകണം. കാരണം ഈ സ്വപ്നം നമ്മുടെ സ്വപ്നമാണ്, രാജ്യത്തിൻ്റെ സ്വപ്നമാണ്, മുന്നേറ്റത്തിൻ്റെ സ്വപ്നമാണ്. കളങ്കിതമാക്കാനുള്ളതല്ല നമ്മുടെ സ്വപ്നം, നേടിയെടുക്കാനുള്ളതാണത്. ആ നേടിയെടുക്കലിന് വേണ്ടി ഒന്നിക്കാനും ഒരുമിക്കാനും ഇനി വൈകിക്കൂടാ. എൻ്റെ സംഗീതം ഇതാ ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇതാണ് വേടൻ്റെ തത്വശാസ്ത്രം. വേടൻ പറഞ്ഞ അംബേദ്കർ പൊളിറ്റിക്സ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ അടിച്ചമർത്തപ്പെട്ടവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഗാഥയാണ് വേടനിലൂടെ കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്. വേടൻ്റെ സ്വപ്നം അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താനുള്ള തുടക്കമായിരിക്കുന്നു. അത് ഒരു തരംഗം പോലെ കേരളമാകെ അലയടിച്ചു തുടങ്ങി. അത് ഇവിടം കൊണ്ട് അവസാനിക്കില്ല. അത് ചരിത്രാതീത ദേശത്തിലേക്ക് വളർന്ന് പടർന്ന് പന്തലിക്കുന്ന ദിവസം വളരെ വിദൂരമൊന്നുമല്ല. നമുക്ക് കയ്യടിക്കാം, നമുക്ക് ചേർന്ന് നിൽക്കാം, നമുക്ക് വേടൻ്റെ മുന്നേറ്റത്തിനൊപ്പം നമ്മുടെ മനസ്സും ചിന്തകളെയും നമുക്കും ചേർത്തു വെക്കാം. ഇതാണ് പുതിയ മുന്നേറ്റം, ഇതാണ് പുതിയ മുദ്രാവാക്യം. ഇതിലൂടെയാണ് നമ്മളും ഇനി മുന്നേറാനുള്ളത്. ന്യൂസ് പ്ലസ് വേടൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായി ഞങ്ങൾ അംഗീകരിക്കുന്നു. ന്യൂസ് പ്ലസ് വേടന് വേണ്ടി പറയും, വേടനു വേണ്ടി തന്നെ നിലകൊള്ളും. വേടൻ്റെ മുന്നേറ്റത്തിനുള്ള എല്ലാ നീക്കങ്ങൾക്കും ഞങ്ങൾ ഹൃദയം കൊണ്ട് സല്യൂട്ട് ചെയ്യും. വേടൻ, നിങ്ങളാണ് ഇനി കേരളത്തിൻ്റെ ഒരു പുതിയ ഇതിഹാസം. നിങ്ങൾക്കൊപ്പം ഞങ്ങളും. നന്ദി.